ആധുനിക മിഷണറി പ്രസ്ഥാനത്തിൻ്റെ പിതാവായിരുന്ന വില്യം കേറി, അദ്ദേഹം ശുശ്രൂഷിച്ചിരുന്ന കേറി ബാപ്റ്റിസ്റ്റ് ചർച്ച്, ഒപ്പം അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഷൂ നെയ്യുന്ന ജോലിയായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്ന താമസിച്ചിരുന്ന വീടിൻ്റെ ഒരു ഭാഗം അവിടെയൊക്കെ ഇന്ന് രാവിലെ കടന്നു വരാനും സന്ദർശിക്കാനും ഇടയായി. അപ്പം ആ സന്ദർശനത്തിൽ എനിക്കുണ്ടായ ആവേശം ഒരു സുവിശേഷകനായി എനിക്ക് തീരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഒരു മതത്തിൻ്റെ വക്താവോ ഒരു ആശയത്തിൻ്റെ വക്താവോ ആയിരുന്നെങ്കിൽ എനിക്കതിനകത്ത് ഒരു അഭിമാനം ഉണ്ടാകത്തില്ലായിരുന്നു. ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന യേശുനാഥൻ്റെ സന്ദേശത്തിൻ്റെ വാഹകനായി തീരാൻ കഴിഞ്ഞതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പദവി എന്ന് ഞാൻ കണക്കാക്കുകയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ചില വർഷങ്ങൾക്ക്, ചില പതിറ്റാണ്ടുകൾക്കപ്പുറം, ചില നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ചരിത്രം ഇരുളടഞ്ഞൊരു ചരിത്രമാണ്. ജാതിസ്പർദ്ധ ഇരമ്പിയാർത്തിരുന്നൊരു കാലം, വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പിന്നോക്കമായിരുന്നൊരു കാലം, നമ്മുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം സിദ്ധിക്കാൻ ഭാഗ്യമില്ലാതിരുന്ന ഒരു കാലം, സതി പോലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നടമാടിയിരുന്ന ഒരു കാലം, കുഞ്ഞുങ്ങളെപ്പോലും ബലികഴിച്ചിരുന്ന ഒരു കാലം. അങ്ങനെ ഒരു അന്ധകാര നിബിഡമായ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് കാണുന്ന ഒരു മോഡേൺ ഇന്ത്യ എന്ന ഒരു തലത്തിലേക്ക് പടുത്തുയർത്തിയതിൽ മിഷണറിമാർക്കുള്ളതുപോലെ പങ്ക് മറ്റൊരു കൂട്ടർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ വില്യം കേറി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് നോർത്താംപ്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ച് അദ്ദേഹം ശുശ്രൂഷകനായിരുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കുറിച്ചുള്ളൊരു വലിയ സ്വപ്നം ഹൃദയത്തിനകത്ത് കയറിക്കൊണ്ട് 5 മാസം കടലിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ കൽക്കട്ട നഗരത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. And 2 days later, everything packed up and off to the boat they went. Never to come back to this country. The sister came back, but all those others, none of them came back. They all died in India or whatever. അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ പറയപ്പെട്ടതുപോലെ അന്ധകാര നിബിഡമായ ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഭാരതത്തിന് നൽകിയ സംഭാവന നമുക്ക് കുറച്ച് കാണാനാകില്ല, അതിന് സമാനതകളില്ല എന്നുള്ളതാണ് സത്യം. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അനുവദനീയമല്ലാതിരുന്നൊരു കാലഘട്ടത്ത് അവർക്ക് വേണ്ടി തുറന്ന സ്കൂള്, ഒപ്പം സാഹിത്യ മേഖലയിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനം വലുതായിരുന്നു. 6 ഭാഷകൾ, ഇന്ത്യൻ ഭാഷകൾ പഠിച്ച് ബൈബിൾ അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. അങ്ങനെ സംസ്കൃതം, ഹിന്ദിയും ബംഗാളിയും ഉൾപ്പെടെയുള്ള ലാംഗ്വേജിലേക്ക് അദ്ദേഹം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒപ്പം സതി പോലുള്ള ദുരാചാരങ്ങൾ നിർത്തലാക്കിയതിന് പിന്നിൽ പലരുടെയും പേരുകൾ ഇന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും റിയൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അതിനുവേണ്ടി അഹോരാത്രം അധ്വാനിച്ച ഒരു മനുഷ്യൻ്റെ പേര് ഇന്ന് ഭാരതീയ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടു എന്നുള്ളത് പൊറുക്കാനാവാത്ത ഒരു വലിയ കുറ്റമാണ്. എന്നാൽ ഇന്നത്തെ പല ഗവേഷകരും പല വിദ്യാർത്ഥികളും ആ പഠനത്തിലൂടെ മിഷണറിമാർ രൂപപ്പെടുത്തിയ ഒരു ഭാരതം എന്ന തലം പുറത്തു കൊണ്ടുവരുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മിഷണറിയെ സംബന്ധിച്ചിടത്തോളം അവരെന്തിനാണ് ഈ നാടുകളിലേക്ക് കടന്നു വരുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിഷണറി പ്രസ്ഥാനത്തിന് പൂർണ്ണമായും എതിരായിരുന്നു. എന്നാൽ മിഷണറിമാർ ഇവിടെ കടന്നു വന്നത് കൊള്ളയടിക്കാൻ വേണ്ടിയല്ല. അവർ ഇന്നുവരെ ആരുടെയും രക്തം ചീന്തിയിട്ടില്ല, അവർ ആരെയും തകർത്തെറിഞ്ഞിട്ടില്ല. ഒരു സംസ്കാരത്തിലും, ഭാരതീയ സംസ്കാരം ഉൾപ്പെടെ ഒരു രാജ്യത്തിലും അവർ ഒരു നഷ്ടവും വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെയുള്ള സാധാരണക്കാരെ ചേർത്ത് പിടിച്ച ഒരു സംസ്കാരമായിരുന്നു മിഷണറി സംസ്കാരം എന്ന് പറയുന്നത്. ഈ വില്യം കേറിയുടെ ജീവിതത്തിലുണ്ടായ ഒരു പേഴ്സണൽ എൻകൗണ്ടർ, ക്രിസ്തുവുമായുള്ള പേഴ്സണൽ എൻകൗണ്ടർ, വില്യം കേറി മാത്രമല്ല ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ക്രിസ്തു അവർക്ക് വേണ്ടി നൽകിയ സ്നേഹം പുറത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഞാനിവിടെ എന്തുകൊണ്ടാണ് സുവിശേഷകനായി എന്ന് ചോദിച്ചാൽ കാശുണ്ടാക്കാൻ വേണ്ടിയല്ല, എനിക്ക് എന്തെങ്കിലും തലത്തിലേക്ക് ഉയരുക എന്നുള്ള ലക്ഷ്യം വെച്ചല്ല, മറിച്ച് ഈ ലോകത്തിൽ നമ്മെ സ്നേഹിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴും ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം, ജീവൻ നൽകിയ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിൻ്റെ അകത്ത് കത്തിയാൽ ആ ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ സുവിശേഷീകരണ തലത്തിലേക്ക് നമ്മൾ പുറത്തു വരുന്നത്. ഈ സുവിശേഷീകരണം ഇന്നുവരെ ഏതെങ്കിലും തരത്തിലുള്ള നാശം ഒരു സംസ്കാരത്തിനോ സമൂഹത്തിനോ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് പറയാം അത് തെറ്റാണ്.
ഇന്ന് വരെ ആരെയെങ്കിലും വധിക്കുകയോ ആർക്കെങ്കിലും വിള്ളലുണ്ടാക്കുകയോ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാം അത് തെറ്റായ ഒരു കാര്യമാണ്. പക്ഷെ നന്മ മാത്രം ചെയ്യുന്ന സന്ദേശമാണ് നന്മയുടെ സന്ദേശമായ സുവിശേഷം എന്ന് പറയുന്നത്. വില്യം കേറി എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ അതിനുവേണ്ടി ചെയ്ത ത്യാഗം വലുതാണ്. സ്വന്തം ഭാര്യ മാനസിക രോഗിയായിട്ട് മാറി, തിരിച്ചു വന്നില്ല. കുഞ്ഞ് ജനിച്ചത് ഇവിടെയാണ്. ആ കുഞ്ഞിനെ ചെന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ രാജ്യം വിട്ട്, ഇന്ത്യ, നമ്മുടെ മഹാരാജ്യം വിട്ട് അദ്ദേഹം തിരിച്ചു വന്നില്ല. ആ നാടിനെ അത്രമാത്രം സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തെ കളിയാക്കിയവരിൽ തദ്ദേശീയരായ ഇവിടുത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു. അദ്ദേഹം 1800 തൊട്ട് 1829 വരെ പഠിപ്പിച്ച കൽക്കട്ടയിലെ ഒരു കോളേജ്. അപ്പോൾ അവിടെ ഒരു കൊളോണിയൽ ഭരണമായിരുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരായിരുന്നു അതിൻ്റെ ഭരണം മുഴുവൻ. എന്നാൽ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്ത് ഇന്ത്യൻ ലാംഗ്വേജുകൾ പഠിച്ചത് നിമിത്തം അദ്ദേഹം ഇന്ത്യൻ ലാംഗ്വേജും സംസ്കാരവും പഠിപ്പിക്കാനുള്ള ഒരു വലിയ ദൗത്യമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത്. എന്നാൽ അദ്ദേഹം പഠിപ്പിക്കുന്നതോ അദ്ദേഹം പ്രൊഫസറായി ജോലി ചെയ്യുന്നതോ ഇവിടുത്തെ തദ്ദേശീയരായ ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ ചെയ്തൊരു കാര്യം, അദ്ദേഹം ഒരു ഷൂ നെയ്യുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്, സാധാരണ ജോലി ഇംഗ്ലണ്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നീ ആരുമല്ല, നീ പ്രൊഫസറാകാൻ യോഗ്യനല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഷൂ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി മുമ്പിൽ വെച്ചിരുന്നു. അദ്ദേഹത്തിന് ആ യൂണിവേഴ്സിറ്റിയുടെ ചാപ്പലിലെ പുൾപിറ്റിന് മുമ്പിൽ വില്യം കേറി പ്രസംഗിക്കാൻ വേണ്ടി കയറിയപ്പോൾ കാണുന്നത് ആ ഷൂ ആണ്. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഒട്ടും അലോസമുണ്ടാക്കിയില്ല, അദ്ദേഹത്തിന് ഒരു ഡിസ്റ്റർബൻസും അത് ഉണ്ടാക്കിയില്ല. അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെറും ഒരു ഷൂ നെയ്ത്തുകാരനായിരുന്ന എന്നെ ദൈവത്തിന് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ള നിങ്ങളെ എത്രമാത്രം ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞ മഹത്തായ വാചകം ഇന്നും അനേക യൗവനക്കാരെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാചകമാണ്. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗാഡ് ആൻഡ് അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗാഡ്. ദൈവത്തിൽ നിന്നും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും അതാ. ഒരു വലിയ ദൈവത്തിൽ നിന്നും വലുതൊന്നും പ്രതീക്ഷിക്കാൻ ഇന്നത്തെ ഒരു ജനറേഷന് കഴിയുന്നില്ല. എന്നാൽ മഹാദൈവത്തിൽ നിന്നും വലിയ വിഷൻ നമ്മൾ രൂപപ്പെടുത്തിയിട്ട് വലുത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ ഇന്നും വൻ കാര്യങ്ങൾ നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയും. നിങ്ങൾ ആരോ ആകട്ടെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ചെറുതോ ആകട്ടെ, പക്ഷെ നിങ്ങളെയും ഉപയോഗിക്കാൻ ദൈവത്തിന് പറ്റും. ലോകത്തെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ എനിക്ക് ഇടയായി തീരണമേ എന്നുള്ളതാണ് ഇവിടെ വെച്ച് ഞാൻ എടുത്തൊരു ഡിസിഷൻ, ഒരു തീരുമാനം. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത് പ്രചോദനമാകട്ടെ എന്ന് ഹൃദയമായി പ്രാർത്ഥിക്കുകയാണ്. യെസ്, ദൈവത്തിൻ്റെ വചനം, സുവിശേഷം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഗോഡ് ബ്ലെസ് യു.